ഹായ് ഓൾ, ലിറ്റിൽ ഫാമിലി 123 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നേരം മാങ്ങാച്ചാറാണ് വെക്കുന്നത്. അപ്പോൾ 1 കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നല്ലതായിട്ട് അങ്ങോട്ട് കഴുകി അങ്ങോട്ട് വൃത്തിയാക്കി എടുക്കാം. ആദ്യം നല്ലതായിട്ട് അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പം ഞാനത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് അരിഞ്ഞെടുക്കാം. ഒത്തിരി ചെറുതായിട്ടല്ല അരിയുന്നത്, ഒരു മീഡിയം ലെവലായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി ഒത്തിരി വേണ്ട, പിന്നെ ഒരു പച്ചമുളകും ഇതങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ചതയ്ക്കൊന്നും വേണ്ട, അരിഞ്ഞെടുത്താൽ മതി ചെറിയ സൈസായിട്ട്. അതിനുശേഷം നമുക്ക് നല്ലെണ്ണയ്ക്കകത്തോട്ട് കുക്ക് ചെയ്യാനുള്ള പാൻ വെച്ചിട്ട് നല്ലെണ്ണയ്ക്കകത്ത് ഒരു 1 ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഇട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങയ്ക്കകത്ത് ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തൊരു 20 മിനിറ്റ് വെക്കുന്നുണ്ട്. അത് ഉപ്പ് ശരിക്ക് പിടിക്കാൻ വേണ്ടിയാണ്. അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതൊരു 20 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് ഉപ്പ് പിടിക്കും. ഉപ്പ് പിന്നെ കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഉപ്പ് ഒത്തിരി ചേർക്കരുത്, ലാസ്റ്റ് ചേർത്താൽ മതി, അല്ലെങ്കിൽ കടുമാങ്ങയെ അത് ബാധിക്കും. അപ്പം ഇഞ്ചി വെളുത്തുള്ളി വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും, 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും, ഒരു 3/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയും, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കായപ്പൊടിയൊക്കെ നമുക്ക് ലാസ്റ്റിൽ എല്ലാം ഫൈനൽ ടച്ചായിട്ട് നമുക്ക് ലാസ്റ്റിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഇത് അങ്ങോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. ഇത് ഞാൻ മുളക് പൊടിയും കാര്യങ്ങളും പൊടിയേറ്റം ചേർക്കാൻ നേരം ഞാൻ ഗ്യാസ് നിർത്തിയിട്ടാണ് ഇതെല്ലാം ചേർക്കുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോയി അറിയത്തില്ല. എന്നിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമേ വെച്ചതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഉപ്പ് മാങ്ങയെ പിടിച്ചിട്ടുണ്ട്, അതങ്ങോട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് ഇളക്കുക. എല്ലാം കൂടെ കൂട്ടി ഇളക്കുക. ഒരു 3-4 ലീഫ് കറിവേപ്പിലയും കൂടെ ഇട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കുക. കണ്ടോ, ഇതങ്ങോട്ട് നമുക്കൊരു ചെറിയ ഫ്ലെയിമിൽ മാത്രം അത് വെച്ചാൽ മതി. അപ്പം ചെറിയ ഫ്ലെയിമിൽ മാത്രം വെക്കുക. അപ്പം ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് വിനീഗർ ചേർക്കുന്നില്ല, കാരണം കുറച്ച് ദിവസം കൂടെ കുപ്പിക്കകത്തൊക്കെ ഇട്ട് വെച്ച് വെക്കാനാണെങ്കിൽ വിനീഗർ ചേർക്കാം. ഞാനിപ്പം 1 കിലോ മാങ്ങയെ ചേർക്കുന്നുള്ളൂ, അതുകൊണ്ട് വിനീഗർ ചേർക്കുന്നില്ല. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് പെട്ടെന്ന് തന്നെ തീരുന്ന ഐറ്റമാണ്. അതുമല്ല, പിള്ളേർക്കൊക്കെ കൊടുക്കേണ്ടതായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വിനീഗർ ചേർക്കാഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏകദേശം എല്ലാം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉപ്പും കായവും എല്ലാം കുറവുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ശകലം ഉപ്പിനും ഒരു നുള്ളു കായപ്പൊടിയുടെയും ഒരു കുറവുണ്ടായിരുന്നു. അതുകൂടി ഇട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് മിക്സായി കൊടുക്കുക. ഇത് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് മാങ്ങ വെന്തൊന്നും വരേണ്ടതൊന്നും ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഇളക്കി കൊടുത്ത് എടുത്താൽ മാത്രം മതി. അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഇത് പാചകം ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.